കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 10 തിരുവചനം 31 മുതൽ. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു, എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്നേഹമുള്ളവരെ, ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസമാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ധ്യാനം കഴിയുന്നു. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത്, നമ്മൾ എന്തുമാത്രം ധ്യാനങ്ങൾ കൂടുന്ന വ്യക്തികളാണ്. ഈ വർഷം തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ ആദ്യത്തെ ധ്യാനമായിരിക്കും. 2013 ഒരു 5 ധ്യാനമെങ്കിലും കൂടാത്ത ആരെങ്കിലും കൂടി ഉണ്ടാകുമോ? ഒരുപാട് ധ്യാനങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നു, പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, ആരാധനകള്, നമ്മുടെ സൺഡേ മാസുകള്, നൈറ്റ് വിജില്, കൺവെൻഷൻസ്, സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻസ്, എന്തുമാത്രം ആരാധന, സ്തുതി, നന്ദി പ്രകടനങ്ങള് ഒക്കെ നമ്മൾ പങ്കെടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ആരാധനയിലെയോ ധ്യാനത്തിന്റെയോ കുറവ് നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് UK-യിൽ എനിക്ക് തോന്നുന്നു ലോകത്തില് ഏറ്റവും അധികം പ്രാർത്ഥനാ മീറ്റിങ്ങുകളും ആരാധനകളും നടക്കുന്നത് നമ്മുടെ UK-യിലാണെന്ന് തോന്നുന്നു. നമ്മൾ ബ്രിട്ടീഷ് മലയാളി തുറന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീക്കെൻഡിലും ധ്യാനങ്ങൾ അവിടെ അല്ലെങ്കിൽ ഇവിടെയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ധ്യാനങ്ങൾക്കുള്ള അവസരങ്ങൾ, ഒരുപാട് അച്ഛന്മാരും ബ്രദേഴ്സും ധ്യാനത്തിനുമായിട്ട് ഇവിടെ കേരളത്തിൽ നിന്നും ഇവിടെയുള്ളവരുമായിട്ട് വരുന്നുണ്ട്. നമ്മൾ തന്നെ ധ്യാനങ്ങളിൽ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഔട്ട്കം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ചെലവഴിക്കുന്ന സമയവും പണവും നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ ശൈലിയിൽ പറഞ്ഞാൽ വാല്യൂ ഫോർ മണി. ഞാൻ ചെലവഴിക്കുന്ന പ്രാർത്ഥനകൾക്കും ധ്യാനങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കുന്ന സമയത്തിൻ്റെയും പണത്തിൻ്റെയും എന്തെങ്കിലും പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും പറയുക, അല്ലെങ്കിൽ നമ്മൾ ഇതിനും വരില്ലല്ലോ. പക്ഷെ വാല്യൂ ഫോർ മണി വെച്ചത് നോക്കുമ്പോൾ, ഞാൻ പണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും, പ്രത്യേകിച്ച് നമ്മുടെ സമയം. ഇത്രയും സമയം നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, ആരാധിച്ചിട്ട്, അല്ലെങ്കിൽ കൺവെൻഷനിലും ധ്യാനത്തിലും പങ്കെടുത്തിട്ട് അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്കുണ്ടോ? നമുക്ക് കിട്ടുന്നുണ്ടോ? നമുക്ക് കുറേ ഒരു രോഗം വരുമ്പോൾ, അസുഖം വരുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വിളിക്കുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ നിത്യേനയുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബത്തിലുള്ള പ്രാർത്ഥനകൾ, ഇത് വെറുതെ ഇംഗ്ലീഷുകാരുടെ ശൈലിയിൽ വാല്യൂ ഫോർ മണി നോക്കിക്കഴിഞ്ഞാൽ, ഈസ് ഇറ്റ് ഗുഡ്? ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം എനിക്ക് കിട്ടുന്നുണ്ടോ?
വർഷങ്ങളോളം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനൊക്കെ നോക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ട് എവിടെയെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരടിയെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ള ധാരാളം പേരുണ്ട്. സാധിക്കുന്നില്ല എങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ധ്യാനങ്ങൾ നമ്മൾ നിർത്തുക. അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് നമ്മളിവിടെ നിർത്തുക, എന്നിട്ട് ഇരുന്ന് ആലോചിക്കുക, ഞാൻ എന്തിനായി പോകുന്നത്? എൻ്റെ ഈ ധ്യാനം കൊണ്ട് ആർക്കാണ് ഫലം ഉണ്ടാകുന്നത്? ഞാൻ കൊടുക്കുന്ന പൈസ കൊണ്ടും ഞാൻ ചെലവഴിക്കുന്ന സമയം കൊണ്ടും എൻ്റെ ആരോഗ്യം കൊണ്ടും എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാകുന്നുണ്ടോ? ആ ഫലമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കും, ഓ അവനൊന്നും ധ്യാനത്തിന് പോകുന്നില്ല, ഞാനൊക്കെ ധ്യാനത്തിന് പോകുന്ന വ്യക്തിയാണ്. ഞാനും അവനും തമ്മിലുള്ള ആ വ്യത്യാസം എന്തിനാണ് നമ്മൾ കാണുന്നത്? ഓരോ പ്രാവശ്യം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും, എന്തുമാത്രം നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഓരോ വർഷം അവസാനത്തിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, കഴിഞ്ഞ ഒരു വർഷത്തെ എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു. ചിലരോട് ഇത് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും ധ്യാനം പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രക്കെങ്കിലൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ഇതിലും താഴെ പോയേനെ. ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല വാല്യൂ ഫോർ മണി കിട്ടുന്നുണ്ടെന്ന്. ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കുറെ നല്ല ചിന്തകൾ കിട്ടുന്നു, കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങും, വീണ്ടും ആ പഴയ അതേ മനുഷ്യൻ തന്നെ. ഒരടി വ്യത്യാസം ഇല്ലാത്ത വിധത്തിലാണ് നമ്മുടെ ജീവിത ശൈലി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പോരായ്മ ഉണ്ടെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ആ പോരായ്മ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ധ്യാനത്തെ ഉപയോഗിക്കുന്നു. അത് നല്ലതാണ്, പക്ഷെ അതിനുള്ള സൊല്യൂഷനും നമുക്കറിയാം. പക്ഷെ ആ സൊല്യൂഷൻ ചെയ്യത്തിലേക്ക് കടക്കാനായിട്ട് നമുക്ക് വിഷമമാണ്. അതിന് ത്യാഗങ്ങൾ ആവശ്യമാണ്. അതിന് നമ്മെ തന്നെ സ്വയം ത്യാഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തെറ്റാണെന്ന് ബോധ്യം വന്നാൽ വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ശരിയാണെന്ന് തോന്നിയാൽ ബുദ്ധിമുട്ടിയാലും അതനുസരിച്ച് നമ്മൾ പോകണം. അങ്ങനെ ചെയ്യുമ്പോഴേ ധ്യാനം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ധ്യാനം കൂടിയാലും കൂടിയില്ലെങ്കിലും ഞാൻ പോകേണ്ട വഴിക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കും. ഒരു വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു വേസ്റ്റാണ് ധ്യാനത്തിൽ പോകുന്നത്. ഞാൻ പറയുന്ന അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ധ്യാനം കൂടരുതെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ ധ്യാനത്തിൽ ഞാൻ ഇത്രയും രൂപ കൊടുത്ത് ഇത്രയും സമയം ചെലവഴിച്ച് ഇത്രയും ജോലി തിരക്കുകളൊക്കെ ഉണ്ട്, ആ ജോലിയൊക്കെ മാറ്റി വെച്ച്, എനിക്ക് കിട്ടുമായിരുന്ന ജോലിയൊക്കെ ഞാൻ മാറ്റി വെച്ച് ഇത്രയും സമയം ഞാൻ ദൈവത്തിന് മുമ്പിൽ ചെലവഴിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് വ്യതിയാനം വരുത്തുന്നു ഞാൻ, അത് നമ്മൾ തീരുമാനിക്കണം. ധ്യാനത്തിന് വരുന്നേക്കാൾ മുൻപേ തന്നെ ചിന്തിക്കേണ്ട കാര്യം, ഈ ധ്യാനം വഴിയായിട്ട് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ വരേണ്ടത്. കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, കുറെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അതുകൊണ്ടൊക്കെ വാട്ട് ഈസ് ദ ഔട്ട്കം, വാട്ട് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ഇറ്റ്? അത് എന്നിലുള്ള എന്തെങ്കിലും ഒരു കൊച്ചു തിന്മയെ മാറ്റുവാനായിട്ട് സഹായിക്കുന്നുണ്ടോ? എന്നിലെ എന്തെങ്കിലും കുറച്ചും കൂടി നന്മ ഉണ്ടാക്കുവാനായിട്ട് അത് സഹായിക്കുന്നുണ്ടോ? ആ വിശ്വാസത്തിൽ അല്പം കൂടെ ഉണരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. നമ്മൾ ലേഖന ഭാഗത്ത് വായിച്ചു കേട്ടല്ലോ, അവർക്ക് നീതി ലഭിച്ചു, വിജാതിയർക്ക് നീതി ലഭിച്ചു, പക്ഷേ വിശ്വാസം ഉണ്ടായിരുന്ന എന്ന് കരുതുന്ന ഇസ്രായേലിനാകട്ടെ അവർക്ക് കിട്ടിയില്ല. കാരണം അവരുടെ പ്രവർത്തികളൊക്കെ ഞങ്ങളൊക്കെ നല്ല കാര്യമാണെന്ന് വിചാരിച്ചു. അവർ വിശ്വാസത്തിന് ആഴപ്പെട്ടില്ല. വിശ്വാസത്തിനല്ല, അടിസ്ഥാനത്തിലല്ല അവർ പോയത്. ഒരു താൽക്കാലികമായിട്ടുള്ള കാര്യം അതനുസരിച്ച് പോയി അവർ നീതീകരിക്കപ്പെട്ടില്ല. എന്നിലുള്ള വിശ്വാസം കത്തിച്ചൊലിപ്പിക്കുവാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പർ റൂമെന്ന് അവിടെ നടന്നത് അതാണ്. മാതാവ് ശിഷ്യന്മാരും കൂടി കുത്തിരുന്ന് തങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അതെനിക്ക് സാധിക്കുന്നുണ്ടോ? ശരിയാണ്, ഞാൻ കുറച്ച് പ്രൈസ് ചെയ്യുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നത്? ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം പഴയ പടി തന്നെ പോകുന്നു, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതെനിക്കൊരു നഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ അധികം പ്രസംഗിക്കുന്നേക്കാൾ നല്ലത് ഒരു 5 മിനിറ്റ് നേരം മൗനമായിരുന്ന നമ്മുടെ ജീവിതത്തിൽ 5 മിനിറ്റ് മൗനം, ഒരാളും സംസാരിക്കേണ്ട, മൗനമായിരുന്നിട്ട് എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഞാൻ വരുത്താൻ ഉദ്ദേശിക്കുന്നത്? ഈ ധ്യാനം കൊണ്ട് എനിക്ക് വാല്യൂ ഫോർ മണി, എനിക്ക് ഞാൻ കൊടുത്ത പണത്തിനും ഞാൻ കൊടുത്ത സമയത്തിനും ഒരു ഫലം എനിക്ക് കിട്ടണം.
എൻ്റെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വേണം. നമ്മൾ ആരും അത്ര മോശക്കാരൊന്നുമല്ല, ഞാൻ മോശക്കാരാണെന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് വൺ മോർ സ്റ്റെപ്പ് ഫോർവേഡ് ടു മൈ ഗോഡ്, എൻ്റെ ദൈവത്തിന്റെ പക്കലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെക്കുവാനുള്ള, ഒരു കൊച്ചു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ നന്മയുണ്ടാകും. എനിക്ക് വാല്യൂ കിട്ടിപ്പോയി. അതുകൊണ്ട് 5 മിനിറ്റ് നേരം നമുക്ക് മൗനമായിരിക്കാം. ഈശോയുടെ മുമ്പിൽ സംസാരിക്കേണ്ട, ദൈവത്തിന്റെ മുൻപിൽ ഇരിക്കാം. ദൈവം കാണിച്ചു തരും, ഈശോ കാണിച്ചു തരും. ഇതാണ് നിന്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം. നമ്മൾ കുമ്പസാരത്തിനൊക്കെ ചെയ്യുമ്പോൾ സാധിക്കുകയാണെങ്കിൽ കുമ്പസാരത്തിന് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ചിന്തകൾ ഷെയർ ചെയ്യാം. ഞാൻ ഈ വർഷം പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം ഇതാണ്. ഈ ഒരു കാര്യം വഴിയായിട്ട് ഇങ്ങനൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട്, ഈ ഒരു ധ്യാനം വഴിയായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു, ഒരു തീരുമാനിക്കുന്നു. എന്ത് വേദന വന്നാലും ഐ ആം റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. ഈശോയെ എന്നെ സഹായിക്കണമേ. 5 മിനിറ്റ് നേരം നമുക്ക് മൗനമായിരുന്നു കൊണ്ട് ഈശോയുടെ മുൻപിൽ വെറുതെ ഇരുന്നാലും മതി. ഈശോ നമുക്ക് തോന്നിക്കും, നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം.